കണ്ട രീതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. നാളെ വരട്ടെ. ഇയാൾ പറഞ്ഞ് ഡോക്ടറെ ഒന്ന് വിളിക്കണം. കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാമല്ലോ. ഹലോ ഹലോ, ഞാൻ വീണയാ. വീണയോ? ഏത് വീണ? ഹരിയേട്ടനല്ലേ സംസാരിക്കുന്നേ? എന്റെ പേര് ഹരിന്നൊന്നുമല്ല. നിങ്ങൾക്ക് നമ്പർ തെറ്റിയതായിരിക്കും. അല്ല, എന്റെ കയ്യിലുള്ള നമ്പർ ഇത് തന്നെയാ. നിങ്ങളുടെ കയ്യിലുള്ള നമ്പർ ഇത് തന്നെയാണെങ്കിലേ എന്റെ കയ്യിലുള്ള ഫോൺ ഇതാ. നമ്പർ നോക്കി വിളിക്കും മാഡം, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താതെ. എല്ലാവരും നമ്പർ മാറ്റി എന്നെ ഒഴിവാക്കാൻ തന്നെയായിരിക്കും. ഓ, ഇന്ന് രാവിലെ സ്കൂളിന്റെ അടുത്ത് വെച്ചൊരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? അച്ഛനൊരു ആക്സിഡന്റ് ഉണ്ടാവാൻ പോയി. ഭാഗ്യത്തിന് അച്ഛൻ രക്ഷപ്പെട്ടത്. ആണോടാ? ആ, ഒരു കുട്ടി അലക്ഷ്യമായിട്ട് റോഡ് ക്രോസ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ചാടിയതാ. അത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് കിടക്കുമ്പോൾ വേറൊരു വണ്ടി പാഞ്ഞു വരുന്നത് ഞാൻ കണ്ടില്ല. എന്നിട്ട് അവരാ എന്നെ രക്ഷിച്ചത്. ആര്? ആ താഴത്തെ വാടകക്കാരില്ലേ? അയ്യോ, സുജാതേ? അല്ലെന്നു. പിന്നെ
പത്മ ടീച്ചർ. ആ, 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 ആ. ഓഹോ. അച്ഛനും പത്മ ടീച്ചറും കൂടെ റോഡിൽ വീണു. കണ്ടു നിന്ന കുട്ടികൾ എന്താ പറഞ്ഞെന്നറിയോ? ഉം, ഉം. പത്മ ടീച്ചർ രക്ഷിക്കാതിരുന്നെങ്കിലേ അച്ഛനെന്തെങ്കിലും പറ്റിപ്പോയേനേന്ന്. ആ, ഉം. അപ്പൊ ഇതുപോലെ കണി കാണുന്നതിനും ശകുനത്തിനൊക്കെ കാര്യമുണ്ട്. ഇന്ന് രാവിലെ ആ പത്മ ടീച്ചറിന്റെ മുഖത്ത് നോക്കിയിട്ട് എന്താ പറഞ്ഞെന്ന് അറിയാമോ? പത്മയെ കണി കണ്ടാൽ ഇന്നത്തെ ദിവസം നശിച്ചു പോകുന്നു. എന്നിട്ടിപ്പോ അതേ ആള് എന്നെ വേണ്ടി വന്നില്ലേ നിന്നെ രക്ഷിക്കാൻ. ആ, ആ. ഇനിയിപ്പോ അതിന്റെ പേരും പറഞ്ഞു തുടങ്ങിക്കോ. ആ, ആ. ഈ റോഡിൽ ആക്സിഡന്റ് ഒക്കെ നടക്കുമ്പോ ഓ. ചിലപ്പോ കാണുന്നവർ രക്ഷിക്കും. അതൊരാൾക്ക് ദൈവിക ശക്തി ഉണ്ടായിട്ടൊന്നും അല്ല. ശക്തി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്തായാലും പത്മ ടീച്ചറെ കണി കാണുന്നത് നല്ലതാ. സ്ഥിരമായിട്ട് കണി കാണാനേ മാർഗമുണ്ട്. എന്ത്? അതിന് നീയേ പത്മ ടീച്ചറെ കല്യാണം കഴിച്ചാൽ മതി. എന്താ? നീയേ പത്മ ടീച്ചറെ കല്യാണം കഴിച്ചാൽ മതി എന്ന് ചെവി കേട്ടൂടെ? എനിക്ക് അവരുടെ മുഖം കണി കാണണമെങ്കിലോ? ഓ, എനിക്ക് ഒരു ദിവസം പോലും അവരുടെ മുഖം കണി കാണുന്നത് ഇഷ്ടമല്ല. നേരം വെളുത്ത് എഴുന്നേക്കുമ്പോഴേ എനിക്ക് ഇവളുടെ മുഖം കണ്ടാൽ മതി. അതാ എന്റെ ഐശ്വര്യം. ആ, അതൊക്കെ നല്ലത് തന്നെ. എന്നാലും കല്യാണം അച്ഛനത് ഇഷ്ടമല്ലെന്ന് പറയുമ്പോ അപ്പൂപ്പൻ എന്തിനാണ് വീണ്ടും വീണ്ടും പറയുന്നേ? ആ, അപ്പൂപ്പൻ ആരാ? പത്മ ടീച്ചറിന്റെ ബ്രോക്കറോ? കുഞ്ഞു വായില് വലിയ വർത്താനം പറഞ്ഞോണ്ടല്ലോ. കുഞ്ഞു വായിൽ വലിയ വർത്താനം പറയുന്നതേ അതിങ്ങനെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ടാ. ഓ, ദേ, ഇനി പത്മ ടീച്ചറുടെ കാര്യം ഇവിടെ ഒരു വാക്ക് പോലും പറഞ്ഞു പോരും. കേട്ടല്ലോ? ഓ. ഒരു പത്മ ടീച്ചർ പോലും. പണ്ടത്തെ ശത്രുതയൊന്നും നിന്റെ മനസ്സിലില്ലെന്ന് എനിക്കറിയാം. അധികം താമസിക്കാതെ നീ തന്നെ അതെന്നോട് പറയുകയും ചെയ്യും. പത്മ ടീച്ചറുമായിട്ട് എൻ്റെ കല്യാണം നടത്തിത്തരണോ? മോൾ ഇഡലി കഴിക്ക് കേട്ടാ. ആ. മോക്ക് ചായ വല്ലതും വേണോ? ആ, ഇപ്പൊ കൊണ്ടുവരാം. ഇന്ന് എന്തു പറ്റി ചോദി? നേരത്തെ എഴുന്നേറ്റല്ലോ. എന്തു പറ്റി? എന്ത് നീ വല്ലാതിരിക്കുന്നെ? നിന്റെ കണ്ണെന്താ നിറഞ്ഞിരിക്കുന്നെ? ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ഏട്ടനെ സ്വപ്നത്തിൽ കണ്ടു. ഏട്ടൻ ചെയ്ത പ്രവൃത്തികളോട് എനിക്ക് ദേഷ്യമുണ്ട്. പക്ഷെ എന്റെ ഏട്ടനല്ലേ. ഏട്ടൻ ഇവിടെ നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിട്ടാ ഞാൻ സ്വപ്നം കണ്ടത്.
മരിച്ചു പോയവരൊക്കെ തിരിച്ചു വരികയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്റെ അച്ഛനും അമ്മയും ഒക്കെ തിരിച്ചു വരികയായിരുന്നില്ലേ? ഏട്ടനോട് ഞാൻ ചോദിച്ചു ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന്. അപ്പൊ ഏട്ടൻ പറഞ്ഞു കുറെ കാലം ഞാൻ ഇരുട്ടിലായിരുന്നു, ഇപ്പോഴാ വെളിച്ചത്തേക്ക് വന്നേന്ന്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ ബാലിക്കോ നിത്യേച്ചി? എന്തെങ്കിലും ഏട്ടൻ നമ്മളെ തേടി വരുമോ? ഏട്ടൻ കുറേ സംസാരിച്ചു. അമ്മയെ കാണണം, എഴുത്തെ കാണണം, ഞാൻ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ഒന്ന് പുഴയിൽ നിന്ന് ഏട്ടൻ രക്ഷപ്പെട്ട് കാണുമോ? കഥകളിലൊക്കെ വായിക്കുന്നത് പോലെ എവിടെയെങ്കിലും കുറെ കാലം ഓർമ്മയില്ലാതെ കിടന്നിട്ട് ഒരു ദിവസം തിരിച്ചു വരൂ. അങ്ങനെ മരണത്തെ തോൽപ്പിച്ച് നിന്റെ ഏട്ടൻ തിരിച്ചു വന്ന നമുക്ക് മരിക്കാനുള്ള സമയമായി എന്നർത്ഥം. സാറേ, 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 സാറേ,
നിങ്ങള്? ഏ ഇവിടെ വേറെ ആരുമില്ലേ? അത് ചോദിക്കാൻ നിങ്ങളാരാ? മോന്റെ പേരെന്താ? ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം അല്ലല്ലോ അത്. നിങ്ങൾ ആരാന്ന് പറ. മോനെ, ഞാനൊരു സെയിൽസ് എക്സിക്യൂട്ടീവാ. ഒരു പ്രൊഡക്റ്റ് കൊണ്ട് വന്നതാ. എന്ത് പ്രൊഡക്റ്റ്? മോൻ വീട്ടിലെ മറ്റുള്ളവരൊന്ന് വിളിക്കും, ഞാൻ അവരോട് സംസാരിച്ചോളാം കേട്ടോ. എന്താടാ എന്താ നീ നോക്കുന്നേ? കഴിഞ്ഞ ദിവസം അപ്പുറത്തെ വീട്ടിലെ ഡോർ ഡെലിവറിക്ക് ഒരാള് വന്നായിരുന്നു. ആ അയാൾ അവിടുത്തെ ആന്റിയുടെ മാലയെ മോഷ്ടിച്ചിട്ടാ പോയത്. ഓ എടാ, ഞാൻ അങ്ങനെയുള്ള ആളൊന്നുമല്ല കേട്ടോ. മോൻ ആരെങ്കിലും ഒന്ന് വിളിച്ചേ, അപ്പോഴേക്കും ഞങ്ങളൊന്ന് കയറിയിരിക്കാം. ആ അത് വേണ്ട, പുറത്ത് നിന്നാ മതി. എന്റെ അമ്മ വന്നിട്ട് നല്ല ആളാണോ ചീത്തയാളോന്ന് അമ്മ പറയും. എന്നിട്ട് അകത്ത് കയറിയാ മതി. ആ അമ്മയുടെ കണ്ണീന്ന് അങ്ങനെ ആർക്കും ഒന്നും രക്ഷപ്പെടാൻ പറ്റില്ല. ഇവിടെ നിക്ക്. കുരുപ്പനുണ്ടല്ലോ. നിങ്ങളെ കമ്പനിയുടെ പേരെന്താന്ന് പറഞ്ഞേ? കമ്പനിയുടെ പേരെന്താന്ന് പറഞ്ഞേ? MT ടെക്നോളജീസ്. MT ടെക്നോളജീസ്. നിക്ക്. അമ്മേ അമ്മേ അമ്മേ, പുറത്തൊരാള് വന്ന് നിൽക്കുന്നു. ആരാ മോനേത്? അയാളെന്തോ പ്രൊഡക്റ്റ് വിൽക്കാൻ വന്നതാ. ഇത്ര രാവിലെ തന്നെയോ? അമ്മ നിങ്ങൾ വന്നേ. ഒരു മിനിറ്റ് മോനെ, അമ്മ ഈ കൈ ഒന്ന് കഴിയിട്ട് വരാം. മോൻ വാ. ഹലോ, താൻ വാക്യൂം ക്ലീനറും കൊണ്ട് രാവിലെ വരാന്ന് പറഞ്ഞല്ലേ, എന്നിട്ടെന്താ വരാത്തെ? അയ്യോ സാറേ, ഞാൻ വന്നതാ. ഞാൻ അവിടെ വന്ന് ബെല്ലടിച്ചപ്പോ ആരെയും കാണാത്തോണ്ട് ഞാൻ ദേ താഴെ വരെ വന്നതാ. തന്നോട് ആരാ അങ്ങോട്ട് പോകാൻ പറഞ്ഞത്? താൻ ഈ മുകളിലോട്ട് വന്നേ, ഞാൻ ഇവിടെ ഉണ്ട്. ശരി ശരി സാർ, ഞാനിപ്പോ വരാം, വേഗം വരാം. ഓ അയ്യോ. ആളെവിടെ? ഇപ്പൊ ഇവിടെ നിന്നിരുന്നു. അമ്മ വരാൻ വൈകിയതുകൊണ്ട് പോയതായിരിക്കും. അങ്ങനെ പോയതാണെങ്കിൽ പോട്ടെ. മോൻ വാ. സോറി സാർ, ഞാൻ കരുതി സാറ് താഴെയായിരിക്കും താമസിക്കുന്നതെന്ന്. ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോരുന്നതാ. ബെല്ലടിച്ചാ കാണാതാവുമ്പോ തനിക്കൊന്ന് വിളിച്ചു നോക്കായിരുന്നില്ലേ? അയ്യോ അല്ലാതെ വെറുതെ അയൽപക്കത്തെ കയറി പോണ്ട വല്ല കാര്യമുണ്ടോ? അയ്യോ സോറി സാർ, ഇത് ഒറ്റ വീടല്ലേ? ഒറ്റ വീടൊക്കെ തന്നെയാ, പക്ഷെ അവിടെ താമസിക്കുന്നത് എന്റെ ആരുമല്ല. മനസ്സിലായി സാർ. കഴിഞ്ഞ ദിവസം സാറ് പറഞ്ഞ അയൽക്കാരി ശല്യക്കാരി അല്ലേ? താൻ കയറുവാ. ഇത് ഒരു വാക്യൂം ക്ലീനർ വാങ്ങുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? വാക്യം വാക്യൂം ക്ലീനർ. ഓ ഇയാള് കമ്പനിയിൽ നിന്ന് ഡെമോയ്ക്ക് വേണ്ടി വന്നത്. ആഹാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ താഴെ ചെന്ന് പത്മ ടീച്ചറും കൂടെ വിളിച്ചോണ്ട് വരാം.
അല്ല അതും കൂടെ വേണമെങ്കിലോ?